അങ്ങനെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തി. ഇവിടെ ഞങ്ങൾക്ക് വളരെ വിചിത്രകരമായ ആചാരങ്ങളെ പറ്റിയാണ് അറിയാൻ കഴിഞ്ഞത്. വേറൊന്നുമല്ല, ഒരു പ്രാചീനപരമായ രീതിയിലാണ് ഇപ്പോഴും ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. അതുകൂടാതെ നമ്മളെല്ലാ ക്ഷേത്രങ്ങളിലും രഹസ്യമായി പ്രാർത്ഥിക്കുന്ന സംഭവം ഇവിടെ പരസ്യമായി വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കണം. ഇത് 41 സ്റ്റെപ്പുണ്ട്. 41 പടികളെയും ശബരിമലയുമായും മറ്റു മലകളുമായും ഒക്കെ ബന്ധപ്പെടുത്തിയാണ് ഇവിടെ പറയപ്പെടുന്നത്. ഈ സ്റ്റെപ്പ് താഴോട്ടിറങ്ങാം, ഒരു കാരണവശാലും അവിടുന്ന് മുകളിലേക്ക് ഇവർ കയറ്റി വിടില്ല. അപ്പോൾ മുകളിലേക്ക് വരാനായിട്ട് വേറെ വഴിയിലൂടെയാണ് വരേണ്ടത്. ഞാൻ പറഞ്ഞ വെറൈറ്റിപരമായുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അതായത് കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അതായത് ആനയൂട്ട്, വാനരയൂട്ട്, കൂടാതെ മീനൂട്ട്, അങ്ങനെയുള്ള കുറച്ച് വ്യത്യസ്തമായ ആചാര രീതികൾ ഇവിടെ കൊണ്ടാടുന്നുണ്ട്. നമ്മുടെ സംഘങ്ങൾ ഇവിടെ ഊരാളി എന്ന് വിളിക്കുന്ന ആൾക്കാരോട് പറയുക. അവർ ഇതിനെ ദൈവത്തിനെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഇവിടെ പ്രാർത്ഥനകൾ നടക്കുന്നത്. ആ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുകയും അപ്പൂപ്പൻ കേൾക്കുകയും അതിന് പകരമായി നമുക്ക് ഫലം ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. ഇതാണ് ഇവിടുത്തെ നേർച്ച. അപ്പൂപ്പന് ഇവിടുന്ന് താമ്പൂലം, കള്ള്, വെറ്റില, അങ്ങനെ എല്ലാ സാധനങ്ങളോടെ ചേർന്ന് ഇവിടെ സമർപ്പിച്ചതിന് ശേഷമാണ് ആ വിളിച്ചു ചൊല്ലി പ്രാർത്ഥനകളും മറ്റും നടക്കുന്നത്. അതുകൂടാതെ നമ്മുടെ അച്ചൻകോവിൽ നദി അവിടെ സൈഡിലൂടെ ശാന്തമായി ഒഴുകുന്ന കാഴ്ചയും അപ്പുറത്തു നിന്നുമുള്ള മൃഗങ്ങളുടെ ചെറിയ ചെറിയ സൗണ്ടുകളും എല്ലാം ഇപ്പുറത്ത് നമുക്ക് കേൾക്കാനും കഴിയും. ഈ ഒരു കസേരയ്ക്ക് നമ്മളോടൊരു കഥ പറയാനുണ്ട്. അതായത് കയ്യും കാലും തളർന്ന ഒരു വ്യക്തി, ഒരു മരപ്പണിക്കാരൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അയാൾക്ക് സുഖപ്പെടുകയും ചെയ്തു. അയാൾ അപ്പോൾ ഈ അമ്പലത്തിലേക്ക് പണി കഴിപ്പിച്ചു കൊടുത്ത ഒരു കസേരയാണ് ഈ കാണുന്നത്. എല്ലാ ക്ഷേത്രത്തിൻ്റെയും വാതിലിൽ ഒരു ശംഖ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഒരു വലിയ ശംഖ് വെച്ചിട്ടുണ്ട്. ഇതാണ് പുറത്തേക്കുള്ള വഴി. ഇതിലേ പോയാൽ മാത്രമേ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ആ സ്റ്റെപ്പ് കയറി പോകാൻ പാടില്ല.
പെരുമഴയത്ത് തിരിച്ച് യാത്ര തിരിക്കുകയാണ്. ആനിമൽ സൈറ്റുകൾ ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു നിരാശയിൽ കൂടിയാണ് ഞങ്ങളുടെ തിരിച്ചുള്ള ഈ യാത്ര.